ഇത് ഒരു നടക്ക് നടക്കൂല, ഒരുത്തനെ തീർക്കാം. കപ്പം തന്നിട്ടുള്ള കച്ചവടമൊക്കെ ഇവിടെ മോനെ കളിക്കാൻ കാശിട്ടെ. കീഴെയുള്ള അച്ഛൻ നിന്റെ ആരെന്ന്? കീഴെയുള്ള അച്ഛൻ എന്നല്ല നീ പറഞ്ഞാടാ. നിനക്ക് എന്താടാ? നിനക്കൊരു കാര്യം പറഞ്ഞ മനസ്സിലാവൂല, അതിന് ചെറുത്തില്ലാടാ നിനക്ക്. ഹലോ, കുട്ടി പേരെന്താ? കിയര. ആ, ഓക്കെ. എടാ എന്താ മോബി ഒന്നും ഉണ്ടാതെ പോണേ? ഹലോ, അല്ല ജുഗുറല്ലേ? എന്റെ ഒരു ഒട്ടിരിക്കും. അല്ല ഞാനൊരു കൊട്ടേഷൻ ടീം ഫോം ചെയ്യുന്നുണ്ട്. അല്ല ഞാൻ ലീഗിനാണ് പരിപാടി. ഇപ്പൊ തൽക്കാലം അവരില്ലാ സ്ഥിതിക്ക് നമുക്ക് നിങ്ങളെ ഞാൻ റിക്രൂട്ട് ചെയ്യാണ് 2 ദിവസത്തേക്ക്. വാ കൂടാ അടിയെ കിടക്ക. വാ ഡബിൾ ഓക്കെ. നീ വാ തുറക്കില്ലേ? മിണ്ടാ വന്നാ തുറക്കൂല. അല്ല ചന്ദ്രു ഇപ്പൊ എന്നെ മനസ്സിലല്ലോ. നോക്ക് ഇങ്ങോട്ട് വാ. എന്താണ് ഈ വാണം പറയുന്നത്? ഞാൻ പള്ളി വെച്ചാ എങ്ങനെയാ? നീ സംസാരിക്കണ്ട. ഞാൻ ചന്ദ്രു കോലിട്ടറാ മുന്നിലല്ലേ? കോലിട്ടറിന് അടിച്ച് സസ്പെൻഷൻ. ചന്ദ്ര സസ്പെൻഷൻ ഉണ്ട്. വണ്ടി എടുത്തോ. വാ ഈമാന്റെ വണ്ടി എടുത്തോണ്ട് വേറെ വണ്ടി എടുക്കാം. അതൊക്കെ പറഞ്ഞ ഗ്രൈൻഡിങ്ങിന് കാശ് വേണ്ടേ? കേറ്. ഈ അപരാധം കാണിക്കുന്നുണ്ടോ? എനിക്കറിയില്ല ഇവനൊക്കെ എന്തിനാ ഇങ്ങനെ കളിക്കുന്നേന്നത്. അവിടെ പോയിട്ട് അപ്പാപ്പാന്ന് വിളിക്കല്ലേ? അല്ല ഷാജി അല്ലെങ്കിൽ വേറെ ഗ്യാങ്ങിലുള്ള ആൾക്കാരെ പറഞ്ഞാൽ അപ്പാപ്പനെ കാറിലൊന്ന് വിളിച്ചായി. ഇല്ല എനിക്ക് പേരുണ്ട്. കീലേരി അച്ചു. മണ്ട എടാ കേറാ. എങ്കിൽ ഞാൻ പടക്കം ബഷീർ. ഇവരിവിടെ പോയി കത്തിപ്പോയാ? എനിക്കറിഞ്ഞൂടാ. എത്ര നേരോട്ട് നിക്കടാ നിനക്ക് വേണ്ടിട്ട്. എടാ തൃക്കാവടി. ആദ്യം നമുക്കൊരു വണ്ടി വേണം സഞ്ചരിക്കാൻ. ഏത് വണ്ടി നിനക്ക് വേണ്ട എന്നോട് പറ, ഞാൻ സെറ്റാക്കി തരാം. അല്ല അപ്പൊ അത് അങ്ങനെയല്ല, അങ്ങനെ തെറ്റാക്കണ്ട. ഇപ്പൊ വണ്ടിയുണ്ട് ഇവിടെ പിള്ളേരെ തട്ടിക്കൊണ്ട് പോണം. ചന്ദ്ര നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം വണ്ടി കിട്ടാനുള്ള വഴി ഏതാണെന്നറിയാം ചന്ദ്ര? ഈ ഡീലർഷിപ്പിന്റെ മുന്നിൽ പോവുക, അല്ലെങ്കിൽ മെക്കാനിക് ഷെഡിന്റെ മുന്നിൽ പോവുക. അവിടെ പോകുമ്പോ പണി ചെയ്യുന്ന വണ്ടികളുണ്ടാവും, മനസ്സിലായോ? അതായത് അവിടുന്ന് വണ്ടി മോഷ്ടിക്കുക. എന്താ പറയുന്നത്? അത് നല്ലൊരു അഭിപ്രായം. വേറൊരു പരിപാടി ഞാൻ പറഞ്ഞു. എന്തുവാ ബാഗ് കിട്ടുവേ? ഗിരായൊന്നുമില്ല. ഗ്യാങ് വണ്ടി പോലെ ഒന്ന് ഇപ്പൊ കാണിച്ചുതരാം. പരിപാടി ഇപ്പൊ കാണിച്ചുതരാം. ഇവിടെ ഒരു കഫേ വന്നല്ല, ഒരു കഫേ വന്നല്ല. അതെവിടെ? നെട്ടിയപ്പോ ടേബിൾ കൊണ്ട് ചോര വരുന്നു. നേരെ പോയ ഒരു കഫേ അതല്ല, ഇവിടെ ലെഫ്റ്റ് പോയ ഒരു കഫേ.
ലെഫ്റ്റ് എടുത്തിട്ട് നേരെ നേരെ ഇവിടെ അല്ല നേരെ പോട്ടെ. ചന്തു ഒന്ന് Right, TV right. ഒന്ന് കണ്ടാലോ? ആ ഇവിടെ നേരെ പോകുമ്പല്ലേ നേരെ പോയിട്ട് റൈറ്റ് സൈഡിൽ എവിടെ ഇവിടെ അല്ലേ ഇവിടെ അല്ലേ ചന്തു കൊട്ടേഷൻ ഉണ്ട്. ലെഫ്റ്റ് ലെഫ്റ്റ് ആ നേരെ പോയിട്ടാണ്ട് ഇതിന്റെ അകത്തൂടെ കെട്ടിയതാണ്ട് ഈ മതിലിന്റെ അകത്തൂടെ. ദേ ഇതിന്റെ ഉള്ളിൽ ഈ മതിൽ അല്ല ഇതെന്നെ ബാക്കിലുള്ളത് അതായത് ഇതിന്റെ ഉള്ളിൽ കെട്ടി ഇതിന്റെ ഉള്ളിൽ. എടാ നീ ഒന്ന് അലക്കാതറാ മുച്ചിരി, എനിക്ക് മനസ്സിലായി. വെയിറ്റ് അവന്മാര് ആ വണ്ടി എടുത്ത് കഫേടെ ആ വണ്ടി. നിക്ക് അവരൊന്ന് കാണണം നമുക്കില്ലേ അപ്പാ ഒരു മാസമായി ഞാൻ ഫുഡിന്റെ വെള്ളത്തിന്റെ പൈസ കൊടുത്തിട്ട് എടുത്തിട്ട് ആർക്കും കളഞ്ഞു. തൽക്കാലം നമുക്ക് തൽക്കാലം വാട്ടർ കിട്ടിട്ട ഈ വണ്ടി തന്നെ യൂസ് ചെയ്യും. ഇവിടെ കിടക്കട്ടെ വാ. ഇതിനാ വേറെ പ്രശ്നമുണ്ട്. നമ്മുടെ ഗ്യാങ്ങില് ഈ സാധനം ഇല്ല. ഏതാന്ന് മനസ്സിലായോ? ഹീ ലെവൽസ് ഇല്ല. കുഴപ്പമില്ല. അപ്പൊ ടൂൾസ് ഒക്കെ എടുത്തിട്ടോ അതൊക്കെ എടുത്തിട്ടോ നേരെ കയറി അവനെ നൈസായിട്ട് വിളിച്ച് മോളിൽ കൊണ്ടുപോകണം. കൗണ്ടറിൽ നിന്ന് ഇറക്കണം. 50 ലക്ഷം സംസാരമൊന്നുമില്ല. മോനെ ഓണർ ആയിരുന്നു ചോദിക്കണം. നേരെ അവനെ നൈസായിട്ട് വിളിച്ചോണ്ട് പോണേ. ചന്ദ്രല്ലേ നടുത്ത് ഓണറാണോ? ഓണറുണ്ടോ? കീലേരി അച്ചു കേട്ടിട്ടുണ്ടാവും. കീലേരി അച്ചു 50 ലക്ഷം. അപ്പാപ്പനോ? ഏതാ അപ്പാപ്പൻ? അപ്പാപ്പനൊന്നുമില്ല. അപ്പ ഏതപ്പാപ്പൻ? പടക്കം ബഷീർ. അത് പടക്കം ബഷീർ. അത് പടക്കം ബഷീർ. അതെ ഒരു 5 മിനിറ്റ് സമയം തരാം. 50 ലക്ഷം പെട്ടെന്ന് അറേഞ്ച് ആക്കുക. അല്ലെങ്കിൽ കടയുടെ ഫ്രണ്ട് നമ്മളിവിടെ ഒരുത്തനെ കയറ്റത്തില്ലാത്തോട്. അറിയാലോ ഏത് ചന്ദ്രബോസ്? ഏതാ നിൽക്കുന്നത്? പോയി കാശെടുത്തോളാ. അടിച്ച് പിരിക്ക് പോടിട്ട്. അല്ലെങ്കിൽ അപ്പൊ കടയിൽ പറഞ്ഞേക്കും പെട്രോൾ ഒഴിക്കടാ. പെട്രോൾ ഒഴിക്ക്. ഒഴിക്കട്ടാ. പെട്രോൾ ഒഴിക്ക്. അതിൽ ഒരുത്തനെ അങ്ങ് അടിച്ചു കൊല്ല പറ്റി. അന്നല്ല ഇപ്പൊ ഒരുത്തനെ ഇപ്പൊ തീർക്കും. അടിച്ചു ഇവിടെ ഇട്ട് കാശത്തില് ഇപ്പൊ തീർക്കും. ചന്ദ്രബോസൊക്കെ ആരാ ഇവനാച്ചി? ചന്ദ്രബോസ് കീഴേരി അച്ചുവാ. അവനാ നന്മയുണ്ടെന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യണം? എനിക്കിപ്പോ കാശ് വേണം. 50 ലക്ഷം ഇപ്പൊ വരും. കപ്പം തന്നിട്ടുള്ള കച്ചവടമൊക്കെ കടക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ? കടക്കൊക്കെ എന്തെങ്കിലും കലിപ്പ് വിഷയം കൊണ്ട് നമ്മളായിരിക്കും ഡീൽ ചെയ്യണേ. നമ്മൾ ഈ ഏരിയയിലെ ആൾക്കാരെ കൊറേ ആള് കഞ്ചാവ് പിടിച്ചിട്ട് രാത്രി വരും. അപ്പൊ നിങ്ങളെ മിണ്ടായില്ലേ വല്ലവരും ഇത് പറയാതെ? ഒന്നാമത് മനുഷ്യന് ഇതാരും മുച്ചിലേക്ക് നിങ്ങൾ എന്തായി പറയുന്നേ? നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് അറിയില്ല. എടാ ഞങ്ങളെ പൊട്ടനാക്കല്ലേ. ഞങ്ങൾക്ക് കൊറേ കൊണ്ടും കൊടുത്തും കൊറേ ഉണ്ടാക്കിയാണ് നമ്മള്. ഒരാള് കുറെ പൈസ ഫ്ലെക്സ് ചെയ്യുന്ന കണ്ടൂടെ? തിരിഞ്ഞു നോക്ക്. കഷ്ടത്തിന്റെ ഇടയിലിട്ട് ഞാൻ കേട്ടോ കീലരേറ്റുന്റെ കപ്പോട് പെട്ടെന്ന് പോയിട്ട് നീ പെട്ടെന്ന് പോയി കാശും എടുത്തിട്ടോ. ചന്ദ്രബോസിന്റെ ഫേസ് ഒന്നും ഇനി ഇങ്ങനെ അല്ലല്ലോ ബ്രോ. എന്താ പറയുന്നത്? അത് അല്ലല്ല ചന്ദ്രബോസിന്റെ നമ്മളെ ചന്ദ്രബോസിന്റെ ആളാണെങ്കിൽ ഫേസ് ഇങ്ങനെ അല്ലല്ലോ ബ്രോ. 10 കോടി. അപ്പൊ നിന്റെ 10 കോടി ഉണ്ട്. 10 കോടി ഉണ്ടെങ്കിൽ നീ ഒരു 1 കോടി എടുത്തിട്ടോ. അപ്പൊ ചെല് അപ്പൊ നിന്റെ 1 കോടി ഉണ്ട്. ഞാനേ വല്ലതും പറയും മിസ്റ്റർ കുഞ്ഞിപ്പുഴു. എന്തോ ഈ വെള്ളം ഇപ്പൊ കുടിക്കണം. കുടിക്കുന്ന വെള്ളം ഇത് ഒരു നടക്ക് നടക്കൂല. ഒരുത്തനെ തീർക്കാം. ഇവനെ തീർക്കട്ടാ. ഇങ്ങോട്ട് എന്റെ കൂടാ. ഇല്ല കാശ് തന്നെ വേണം. 50 ലക്ഷം പെട്ടെന്ന് കാശ് പൈസ
പൈസ എടുക്ക്, പൈസ എടുക്ക്. പൈസ എടുടാ. പൈസ. അണ്ണന്മാരെ നമ്മള് പാവമാണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി food എടാ, വാങ്ങി പൈസ തരാം. ഇട്ട് നീ പൈസ ഇട്ട്. പൈസയാണോ വലുത് ജീവനാണോ? ഏതാ വലുത്? നിങ്ങൾക്ക് ഇപ്പൊ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാം. ഞാൻ തോക്കെടുക്കട്ടെ, തോക്കെടുക്കട്ടെ. അടിച്ച് പൊട്ടിക്കല്ലേ, തോക്കെടുക്കട്ടെ. അടിച്ച അവന്റെ തോക്ക് തോക്കെടുത്ത്, 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 തോക്കെടുത്ത്. പൈസ അല്ലേ? ഇത്രയും വലിയൊരു കഫേ നടത്തിയിട്ട് കാശില്ലെന്നുള്ള എവിടത്തെ ന്യായമാണ് വെച്ചു. മുതലാളിയില്ല നിങ്ങൾ. ഞാൻ അഡ്വക്കേറ്റാ, ഞാൻ അഡ്വക്കേറ്റാ. മുതലാളി എന്ന് പറയുമ്പോ ആരാ പോയെ? മുതലാളി യാക്കത്തലി. യാക്കത്തില് എന്നിട്ട് യാക്കത്തില് എന്ത്? യാക്കത്തലി പുറലോകത്തൊരു ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ കൊച്ചു മുതലാളി എന്ത് നിങ്ങടെ? അപ്പൊ നിങ്ങൾ മാനേജർ എന്ന് പറഞ്ഞ മാനേജറിന് കാശില്ലേ? 50 ലക്ഷം എടുത്ത മാനേജറിന് ആവതില്ലെങ്കിൽ എങ്ങനെയാ മാനേജർ ആയ ഇവിടത്തെ? അപ്പാപ്പനാര് കാര്യം പറ, ഈ ഷെയർ അക്കൗണ്ട് എപ്പോ വരും? ആര് അപ്പാപ്പനാര്? ഇയാൾ എന്ത് ഈ അപ്പൊ പറയുന്നത്? എന്താണ് ഈ പറയുന്നത് ഇവനൊക്കെ? പൊട്ടക്കം ബഷീർ. ഒന്ന് വന്നേ. ഇതാര്? ഈ ഡോർ തുറന്നേ, ഡോർ തുറന്നേ, ഡോർ തുറന്നേ. അടച്ചിട്ടിടിക്കല പരിപാടിയാണ്. അടക്കൂലല്ലേ നമുക്ക് വിടാം. ഇവര് പറയണേ. ഇതെന്താ അപ്പാപ്പ ഇവര് പറയുന്നേ? ഇവര് എന്ന് ആർപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയത്? വീട് വാ. വണ്ടി ഫ്രണ്ടില്. ശരി, ഞങ്ങളുടെ ടൂളൊന്നുമില്ല കേട്ടാ. ഞങ്ങൾക്ക് ടൂള് വേണേ. ഓക്കെ ഉണ്ടായില്ല. ഓക്കെ ഉണ്ടാവട്ടെ. അപ്പൊ ഇവർക്ക് സൗണ്ട് വെച്ച് ആളെ റെക്കഗ്നൈസ് ചെയ്തുകൂടെ അറിഞ്ഞൂടെ? അത് അനൗൺസ്മെന്റ് ഇടണം അപ്പാവാ. പൈസ വെച്ച് റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. എന്തോ സോറി, സോറി. എടാ, ഈ രാത്രി കൂട്ടുകാരന്മാരോടെ കറങ്ങാൻ പോകുന്ന നേരം 10 അക്ഷരം പഠിച്ചൊരാളാ വിട്ടിരുന്നു. കൂട്ടുകാരന്മാരെ പറയല്ലോ കേട്ടോ. 2 വർഷം കഴിയുമ്പോ ടി വി അടച്ച് ടി വിയുടെ പണിക്ക് ടി വി പോവും. ഞങ്ങളുടെ പാട്ടിൽ നോക്കി പോവും. നീ വിദ്യാഭ്യാസവും ഇല്ലാണ്ട് ഇവിടെ ചന്ദ്രു പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്, മനസ്സിലായാണ്ട്. പഠിച്ചാൽ നിനക്കുള്ള അപ്പം ഇന്ത്യയുടെ രാഷ്ട്രപിതാ ആരാടാ? എന്തുവാ? അല്ല ജർത്തേട്ട് കണക്ട് റേഡിയോ ഇട്ട് ജർത്തേട്ടിന്. അപ്പൊ നമ്മളെ പിള്ളേർ എന്തെങ്കിലും ആയോന്ന് ചോദിക്കാൻ വേണ്ടാ. ഇവിടെ ഇനി അടുത്ത ഡീലർഷിപ്പ് എവിടെയാ? ഡീലർഷിപ്പ് അപ്പാ പറയ്. എത്രണ്ണത്തിന് ഇവിടെ സിറ്റിയിൽ ഇവിടെ ആർപ്പി കളിക്കാതെ അവര് തുറക്കുവാണെന്നുണ്ടെങ്കിലും മാപ്പിൽ ബ്ലിപ്പ് കാണിക്കും കേട്ടോ. കടയുടെ മറ്റേ പടമില്ലേ, മറ്റേ വണ്ടിയുടെ പടമില്ലേ, അത് കാണിക്കും. ഞാൻ വേറെ വണ്ടി എടുക്കാം. വെയിറ്റ്. ചന്ദ്ര ഈ വണ്ടി മാറ്റി ചന്ദ്ര. അത് ശരിയാന്ന് കേട്ടാ. ഇതൊന്നും ഫോട്ടോ അറിയാൻ പറ്റത്തില്ലല്ലോ. ഹലോ സുഹൃത്തെ. ഹലോ ബ്രോ, ഒരു വണ്ടി എടുത്തു തരുമോ? ഹലോ ഹലോ. ഞാൻ വണ്ടിയാണത്. ഹലോ കൊച്ചുണ്ടായിരുന്നില്ലടാ, അതുപോലെ വേറെ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഭയങ്കര നാറ്റോടെ. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഇതൊരു ഗാംഭീര്യൊക്കെ ഉണ്ട്. കൊള്ളാം. എന്റെ പേരും ഉണ്ട്. കുഴപ്പമില്ല. ഇല്ല, അത് കുഴപ്പമില്ല. മാസം ഉണ്ട്. നമ്മള് ചന്ദ്രബോസിൽ നിന്ന് അടിച്ചു പറ്റിയ വണ്ടി. ഇല്ല, അവരൊക്കെ വരണ്ട. ഇറങ്ങിയവന് മനസ്സിലായി. വരും വെയിറ്റ് ചെയ്യ്, പടക്കല്ലേ. റെഡിയായോ നിനക്ക്? കാണുന്നുണ്ടോ? ഇതിന് ഒരുപാട് വണ്ടി ഉണ്ടെങ്കിൽ ചെറുക്കനൊരു വണ്ടി എടുത്ത് കൊടുക്കുക. എന്തിനാ പാവം. അവനൊന്നും വണ്ടി അവൻ സിറ്റിയിൽ കേട്ടോ ആദ്യമേ. വിട്ടോ പിടികറിയല്ല വേണ്ട. പിടികറി ഞാൻ അപ്പൊ തന്നെ അത്തു. ഇത് കൊള്ളാലോ. ഇത് കിട്ടുമോ ചന്ദ്ര?
ഏതില്ലല്ലേ ഒറ്റ വണ്ടി ഇതൊക്കെ പുതിയ സെർവറുകളിലൊക്കെ വന്നിട്ടുണ്ടോ? അപ്പാ ഞാൻ വല്ലതും പറഞ്ഞു എല്ലാ നാട്ടുകാർക്കും മൊത്തം കൊടുത്ത്. അപ്പൊ ഇത് എവിടെ പോയാലും ഇത് ചന്ദ്രബോസിന്റെ വണ്ടി, ടി വിയുടെ വണ്ടി എവിടെ പോയാലും ടി വിയുടെ വണ്ടി. അത്ര എത്ര ഐഡന്റിറ്റി ആരുടെ അതിന്റെ ഐഡന്റിറ്റി എന്തുവാ? ഇതിപ്പോ വേറൊരുത്തൻ പേര് മാറ്റി വണ്ടിയായിരുന്നല്ലേ? ആ ഇതിപ്പോ വേറൊരുത്തൻ പേര് മാറ്റി ഇതിന്റെ അകത്ത് അവന്റെ അച്ഛന്റെ പേര് എഴുതി വെച്ചോണ്ട് പോതത്ത് കരുത് സിറ്റി കൂടെ കത്തിച്ചാലോ? പേര് മാറ്റാൻ സമ്മതിക്കുന്നില്ല. ഡിയോജാണ് ബാബാ എന്നെ കയ്യിൽ നിന്ന് എടാ നീ എന്തൊരു അപരാധോടാ നീ കാണിക്കുന്ന മുച്ചിരി. എടാ എന്താണ് എന്റെ വാരിക്കണ കേക്കല്ലേ എന്റെ ഇറങ്ങാൻ പറ്റില്ല, ഇവനെ ഇറക്കി വിട്ടേ. തുടി മാറുന്നത് അയ്യോ അയ്യോ പോലീസാണോ പട്ടാളമാണോ? അതെന്താ സാറേ മാർഷല്? കോർട്ട് മാർഷല്? കോർട്ട് മാർഷൽ പറഞ്ഞു കൊടുത്തല്ലേ കോർട്ട് മാർഷൽ എന്ന് പറയുന്നത്? പിന്നെ സാറേ പേര് മാറ്റാൻ പറ്റുമോ? മീശ ചെത്താൻ എന്തോ തോക്കണ്ട സാറേ ഇവിടെ നമ്മള് സാറേ വണ്ടിക്കകത്ത് ആപ്പിള് കഴിച്ചിട്ട് വന്നേണ്, ആപ്പിള് കഴിച്ചിട്ട് വന്നേണ് സാറേ. സാറേ സാറേ ആപ്പിള് കഴിച്ചിട്ട് കത്തി വെക്ക. നിങ്ങളെന്താ ഇങ്ങനെ തീവ്രവാദികളെ ട്രീറ്റ് ചെയ്യണം നമ്മളെ? കീലേരി അച്ഛനോട് ഇങ്ങനെ മുന്നിൽ നിന്നാരും സംസാരിക്കാറില്ല. കീലേരി അച്ഛൻ്റെ അടുത്ത് അവനെ പൂളിക്കളെ കീലേരി അച്ഛനും ഇല്ലല്ല വേണ്ട. കീലേരി അച്ഛന്റെ മുന്നിൽ നിന്നാരും സംസാരിക്കാറില്ല. അച്ഛനെ പൂളിക്കളയും. ഒരു നീ തോന്നുന്നു ഇങ്ങോട്ട്. കീഴയുള്ള അച്ചു ആരാ നിന്റെ? കീഴയുള്ള അച്ചു നിന്റെ ആരെന്ന്? കീഴയുള്ള അച്ചു എന്നുള്ള നീ പറഞ്ഞ നിനക്ക് എന്താടാ? നിനക്കൊരു കാര്യം പറഞ്ഞ മനസ്സിലാവൂല, അത് ചെറുത്തില്ലടാ നിനക്ക്. നിന്റെ കൈയൊക്കെ തരിക്കണം. അവന്റെ മോന്റെ പിടിച്ച് തല ഉറക്കട്ടെ ഞാൻ പറയുന്നു. അച്ചു മതി, നമുക്ക് അച്ചു മതി. അച്ചു എന്ന് പറഞ്ഞ ഒരു ടെറർ ഫീൽ ഇല്ല, മനസ്സിലായോ? അപ്പൊ കീലേരി അച്ചോ, കീലേരി അച്ചോ വാ പോയി വാ കീലേരി. ഒരു ആപ്പിൾ നമ്മള് സിറ്റിയിലെ പെട്രോൾ വില വർദ്ധനയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ വന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. ഇവിടെ പെട്രോൾ വെച്ച് കത്തിക്കട്ടെ. അല്ല ഇവിടെ ഇത് ഞങ്ങളെ തന്നെ പെട്രോൾ ഒഴിച്ച് ചാവാൻ പോകാം സാറേ. പെട്രോൾ വില വർദ്ധനവ് കാരണം നമുക്കാർക്കും ഇവിടെ ജീവിക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവാ നിങ്ങളുടെ മുന്നിൽ വെച്ച്. നിങ്ങളാണോ സാക്ഷി? അതെ ഞാൻ സിറ്റിയിലെ മേയറിന്റെ ആൾക്കാരാണ് നമ്മള്. വലിയ റോൾ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങളെ തൊപ്പി തെറിക്കുക. നമ്മളെ മേയറിന്റെ ആൾക്കാരാണ് സിറ്റിയിലെ. മേയറിനെ അറിയാം സിറ്റിയിലെ? അച്ചോട്ടാ അവർക്കറിയാൻ വഴിയില്ല അച്ചോട്ടാ. വഴിയെ കീലേരി അച്ചു ആരെന്ന് വഴിയെ മനസ്സിലാവും. വാ കൊച്ചുകുഞ്ഞാ വാ, കാറിലാ വാ. കേവിലുള്ള ആൾക്കാരെ വരാം. ഹലോ കേക്കാവോ? കീലേരി അച്ചു 50 ലക്ഷം പെട്ടെന്ന് എടുത്ത് ഫ്രണ്ടോട്ട് വെച്ചാണ്. നിന്റെ ജീവനിലെ പേടി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ നിന്നെ കത്തി കുത്തി ഇവിടെ കണ്ണെടുത്ത് നിന്റെ കണ്ണും ലിവറും കിഡ്നിയൊക്കെ വെവ്വേറെ ആക്കിയിട്ട് അന്യ സംസ്ഥാനത്തിന് പാഴ്സലേക്കും. ചെയ്യും, നമ്മൾ ചെയ്യാൻ വേണ്ടി വന്നേ. 50 ലക്ഷം കാശ് തരൂലേ? എന്റെ ഇങ്ങോട്ടാ നിനക്കുള്ള ബെനിഫിറ്റ് പറഞ്ഞ നാളെ സിറ്റിയിൽ കീലേരി അച്ചുവിന്റെ ആളെന്ന് പറഞ്ഞാൽ മതി. നിനക്കൊരു ഇതുണ്ടോ? ബാക്ക് സപ്പോർട്ട് അറിയാണ്ട് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഒരുപാട് ബാക്ക് സപ്പോർട്ടുകൾ വരാറുണ്ട്. സമയം കാണത്തില്ല ഫ്രീ ആവാൻ. നിങ്ങക്ക് ഇരുന്നിരുന്നാ മാത്രം മതി.
മോനെ കളിക്കാ കാശിട്ടെ പണിയുണ്ട്. ആ സമയമില്ല. അല്ലെങ്കിൽ അച്ഛനാ പാവ ചെക്കനല്ലേ. 1 രൂപയാ? കഴിഞ്ഞിട്ടാണോ പൂളിക്കറിഞ്ഞാലോ? പെട്രോൾ ചെയ്യട്ടെ. 59,257 ബ്ലാക്ക് മതി. വിട്ടോ. താങ്ക് യു. ഷെയറൊക്കെ അവസാനം 49,000 ബ്ലാക്ക് കൂട്ടി വെച്ചോ. 49,000 ബ്ലാക്ക്. 49,000 49,001. അച്ഛനാ നമുക്ക് ഒരു 15 മിനിറ്റ് ഒരു ഇതുണ്ട്. എന്ത് ടർഫാ? പ്രശ്നമുണ്ട്. അവിടെ പോയിട്ട് കൊറേ വണ്ടി കുത്തി തുറക്കാം. അച്ഛനെ ഓപ്ഷൻ നമ്മളെന്തിനാ പോണേ? നമ്മള് ടർഫ് കളിക്കാൻ പോകുന്നുണ്ടോ? അച്ഛനെ ബൈക്ക് അപ്പ് ഇട്ടാലോ? നീ മിണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ കത്തിയായിരിക്കും മറുപടി പറയണേ. ഞാൻ വണ്ടി അച്ഛനാ നമുക്ക് ഒന്നെങ്കിൽ ബാറ്റ് അല്ലെങ്കിൽ കത്തി, ഇതിലേതിലും ഒരെണ്ണം തന്നെ കേട്ടാ. തരാം. നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ച് വെക്കണ്ടേ കയ്യില്? ഇതെവിടെ വണ്ടിക്കകത്ത് വെയിറ്റ് ഞാൻ ഇന്നലെ ഒരു തന്നെ അടിച്ചു മാറ്റിയ ഒരു ബാറ്റ് ഉണ്ട്. വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. വണ്ടിക്കകത്ത് വെച്ചൊരു ബാറ്റ് വണ്ടി ആദ്യം കാണുന്ന കണ്ണാപ്പിയാണ്. കണ്ണാപ്പി കുറച്ച് തടി കൂടിയോ എന്നൊരു ഡൗട്ട്. റേഡിയോ ഇടുന്നുണ്ടല്ലോ. നമ്മളായിരിക്കൂല. ആയിരിക്കോ? ഇല്ലപ്പാ. നമ്മളായിരിക്കോ? ഇല്ലപ്പാ. കീലേരി അച്ചു വന്ന് കിലോര അച്ചു കേർ. എന്തിന്റെ പറയും? ഞാൻ വല്ലതും പറയൂന്ന് നിന്റെ നീ 2 വർഷം വണ്ടി ഈ തെണ്ടി 2 വർഷം ചാടിയാ നീ വീഡിയോ ആയതാ. ഈ ഒരു കാര്യമില്ലാണ്ട് ഈ പട്ടി കാട്ടവരാ. വീഡിയോ തരില്ലേ? അപ്പൊ നമുക്ക് ഓർമ്മ ഉണ്ടാവും. വണ്ടി ചളകി പോയച്ചെന്നാ. ഹലോ ഹലോ മച്ചു. ദില്ലി ബ്രദർ ഗ്യാങ്ങാണോ? ഗ്യാങ്ങാണോ? അതെ ഈ വണ്ടിയിലുള്ള ആളോ? ഇത് ഗ്യാങ് വണ്ടിയാണോ? ആ ഓക്കെ നടക്കട്ടെ. പേടിച്ച് പിള്ളേര് പേടിച്ച്. ഗ്യാങ്ങായിട്ട് വള്ളി വേണ്ട അച്ഛനാ. പേരെന്തായിരുന്നു? ചന്ദ്രന്റെ പേരെന്തായിരുന്നു? കീലേരച്ചു. അപ്പൊ ഗ്യാങ്ങിന് നമുക്ക് കാശ് വാങ്ങിക്കാൻ പറ്റുമോ? ഗ്യാങ്ങിന്റെ കാശ് മേടിക്കാൻ പറ്റുമോ ഗ്യാങ്ങിന്റെ? പ്രശ്നമൊന്നുമില്ല. തല്ല് കൊണ്ടു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് കിടന്നോണം. അത് എന്ത് മേടിക്കാൻ പറ്റുമെന്ന്? ഇറങ്ങടാ, കൈപൊക്കടാ. പേരെന്താ? ഇറങ്ങ തീർക്ക്. ഇവനെ കിട്ടി. പ്രശ്നമുണ്ട്. ഞാനിപ്പോ ചന്ദ്രനാഥന്റെ മുന്നിൽ തന്നെ വിളിച്ചേ. വിട്ടുകള പാവങ്ങളാ. കൂട്ടുകാരനല്ലേ അത്? എന്ത് മനസ്സിലായി? അവന്തിനെ കടന്നിട്ട് പോയേ അറിഞ്ഞൂടാ. ഇതിൽ നിനക്ക് എന്ത് മനസ്സിലായി? അവൻ നിന്നെ വിറ്റു. അവനെ ആരെ നമ്പിയാലും അവനെ നമ്പരുത്. സ്വന്തം അനിയനായിപ്പോ എന്ത് ചെയ്യാനാ? വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. 1 മിനിറ്റ്. അവ ഓടിയ വഴിയിൽ പുല്ല് പോലും മുളയ്ക്കൂല. ഒരു പേടിയിലാവും നിക്കണാടാ നീ വീണ്ടും. നീ കൈ വെക്കടാ. അവരെ കളഞ്ഞേച്ച് പോവാൻ നിനക്ക്.
ഈക്വൽ അതെ ഞാനെന്തിനാ രണ്ടുപേരും കൂടി 25 ലക്ഷം 25 ഇട്ടേ ഒരു 50 ലക്ഷം ഞാൻ ചേട്ടന്മാർക്ക് എത്താ ചേട്ടന്മാർക്ക് പോടാ ആ വേണ്ടേ ആ. ആ അക്കൗണ്ടിട്ട് കാശിട് അക്കൗണ്ട് ചേർത്താ നീ കൈ തരാം ആ കൈ താ, കൈ താ. കൈ തന്നെയാ നമുക്കും വേണ്ടത്. 100 100 1000 10,000 ലാക്ക് 10 ലാക്ക് എല്ലാവർക്കും ക്രോർ ആ ക്രോറില്ലേ? കിട്ടിയാ എത്ര കിട്ടിയില്ലേ ആ കിട്ടി 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 ഒരാടെ കിട്ടി മറ്റേ ആടെ ആര് അപ്പൊ മറ്റേ 50 ലക്ഷം ആരെയും നീ എന്തിനാണ് ഇടയ്ക്ക് മാസം കാണിക്കാൻ നീ ഒറ്റയ്ക്ക് 50 ലക്ഷം തന്നെ അതങ്ങനെ അവന്റെ 25 കൊടുത്താ മതി. അവന്റെ 25 നീ അത് അല്ല ഞാൻ 50 കൊടുത്തു ഓൾറെഡി ഞാൻ നക്കാപ്പിച്ചാന്ന് 27 ലക്ഷം എനിക്ക് എന്താ പരിപാടി നോക്കിയില്ലേ കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഒരു പരിപാടി ഇല്ല ഞാനും ഗുണ്ടായി ശ്രമിക്കുന്നുണ്ട് എന്റെ കയ്യിലുണ്ട് കത്തി കാണിച്ചതാ ഗുണ്ടയാ? ഗുണ്ടയോ? അച്ചുവേട്ടന്റെ സാമ്രാജ്യം ഉള്ളപ്പോ എങ്ങനെ കൊണ്ടാവും പേരെന്താ? എന്റെ പേര് ടക്കായി. ടക്കായി എന്ന് പേര് വെച്ചു. ഓന്റെ പേര് ഇല്ലല്ല ഞാൻ മാറ്റാം എന്താന്ന് പേര് മാറ്റണ്ടേ? ഗുണ്ടാബിനു കേട്ടോ. ഗുണ്ടാബിനു അതിന് ഓൾഡ് ഏജ് വാ 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 പോ വാ വാ പോ പൈസ തന്നില്ലേ? പൈസ തന്നൊരു മര്യാദയ്ക്ക് സംസാരിക്കും. സന്ധ്യയുണ്ട്. പോണ പൈസ തന്നവരോട് നമ്മ മര്യാദയ്ക്ക് സംസാരിക്കും. ശരി ശരി പൈസ തരാത്തവരെ ആരെല്ലാം ചോദിച്ചാ ആരെല്ലാം ചോദിച്ചാലേ അച്ചോട്ടന്റെ ആളെന്ന് പറഞ്ഞ അച്ചോട്ടന്റെ ആളെന്ന് പറഞ്ഞാൽ മതി. അച്ചോട്ടാ ഈ വണ്ടി ഒന്നും നന്നാക്കിയില്ലെങ്കിൽ നമ്മുടെ ഗാംഭീര്യം പോകും കേട്ടോ. ഒന്നുമില്ല ഓടത്തില്ലല്ലോ പുളിക്ക് ഇമ്മണി ഈ വണ്ടി പുളിക്കും പൊടി പൊടിയായിനി. ഈ വണ്ടിയുടെ ഫ്രണ്ട് ഇരിക്കണ തന്നെ കാണിച്ചു കൊടുക്കാൻ ചേട്ടാ പിള്ളേർക്ക്. എന്തേ നമ്മ ഈ വണ്ടിയുടെ ഫ്രണ്ട് അതെന്താ ജപ്പിയിട്ടാ ഇപ്പൊ തന്നെ 10 പീസായി. ഞാൻ പറഞ്ഞ ഈ കപ്പിൾസ് ശരിയാക്കിയടാ അതൊക്കെ ഭരത്തുണ്ടോ ഭരത്ത് ഒതുങ്ങിയൊക്കെ നില്ലടേ എന്താണ് എന്റെ ഒരു കോലം നിൽക്കുന്ന അവിടെ. ഫത്തരെ പിത്തനെ ഫത്തരെ താ സത്തനെ താ മത്തരെ പിത്തനെ ഫത്തനെ സാ ചന്ദ്രന് കുറച്ചുപേര് മാസ് കാണിച്ചു വന്നതാണ്. അച്ചു കീലേരി അച്ചു അച്ചി നിനക്ക് തരാ വായില് മിണ്ടാ മര്യാദയ്ക്ക് സംസാറാ മര്യാദയ്ക്ക് സംസാറാ കീലിയാരിന് അച്ചുവാണ് കേട്ടോ കണ്ണിക്കല പിള്ളേരെ ബോബേ പിള്ളേരടുത്ത് ഒരു വാക്ക് പറഞ്ഞ എടുത്തിട്ട് അടിക്കും. പിള്ളേരടുത്ത് പറഞ്ഞ എടുത്തിട്ട് അടിക്കും. കാണണോ എനക്ക് കണ്ണാപ്പി കാണണോടാ എനക്ക് കാണണോടാ കാണണോടാ കാണണ ആ വേഗ പോയി തരത്തി കളി ഹെലികോപ്റ്റർ